എല്ലാവർക്കും നമസ്കാരം. മാത് വി +1 +2 ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. +2 മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ റിവിഷൻ PYQs ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കി അത് പഠിക്കാവുന്നതാണ്. എല്ലാം നമ്മൾ മാർച്ചിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക്, ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, ഇത് 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ഫൈൻഡ് വാല്യൂ ഓഫ് എ ആൻഡ് ബി ഇഫ് f of x equal to 10, if x less than or equal to 3, ax plus b if x less than 3 less than x less than 4, and 20 if x greater than or equal to 4 is a continuous function. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഈ എയുടെയും ബിയുടെയും വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പോയിന്റിലാണ് ഇവിടെ സ്പ്ലിറ്റ് വരുന്നത് നോക്കാം. 3 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ സ്പ്ലിറ്റ് വരുന്നുണ്ട്. കാരണം 3 ലെസ് ദാൻ 3 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 10ഉം ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ax plus b ആണ്. അപ്പൊ 3 എന്ന് പറഞ്ഞ പോയിന്റിലെ കണ്ടിന്യൂറ്റി ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 എന്ന് പറയാം. ഇനി 4 എന്ന് പറഞ്ഞ പോയിന്റിലും ഈ ഫംഗ്ഷൻ സ്പ്ലിറ്റ് വരുന്നുണ്ട്, അല്ലെ? ലെസ് ദാൻ 4 ax plus b യും ഗ്രേറ്റർ ദാൻ 4 20 ആണ് ഫംഗ്ഷന്റെ വാല്യൂ. അപ്പൊ ആ 4 എന്ന് പറഞ്ഞ പോയിന്റിലെയും കണ്ടിന്യൂറ്റി നമുക്ക് പറയാം. അപ്പോൾ therefore ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ പോയിന്റിലൊക്കെ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? സിൻസ് f is continuous, it is continuous at x equal to 3, അല്ലെ? x equal to 3 കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് x tends to 3 മൈനസ് f of x is equal to ലിമിറ്റ് x tends to 3 പ്ലസ് f of x is equal to f of 3 എന്ന് എഴുതാം. ശരിയല്ലേ? കണ്ടിന്യൂസ് ആണെങ്കിൽ. അപ്പൊ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ്, ആ ഫംഗ്ഷന്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ലിമിറ്റ് x tends to 3 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണോ? ലെസ് ദാൻ 3, അല്ലെ? 3 മൈനസ് പ്രത്യേകം പഠിക്കുക. 3 മൈനസ് ലെസ് ദാൻ 3, ലെഫ്റ്റ് സൈഡ് ഓഫ് 3 എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ എന്താ കൊടുക്കണ്ടേ? 10 ആ കൊടുക്കണ്ടേ? ലെസ് ദാൻ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 3 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ദാൻ 3 ഫംഗ്ഷന്റെ വാല്യൂ ax plus b, അല്ലെ? ഇനി ഈക്വൽ ടു 3 എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 10 തന്നെ വരണം. വേണമെങ്കിൽ 10 കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഇതിൽ തന്നെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? 10 ഈക്വൽ ടു a, എക്സിന് പകരം 3 കൊടുത്താൽ 3a plus b, അല്ലെ? ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. കണ്ടിന്യൂസ് അറ്റ് 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ഇനി നമ്മൾ അഗെയിൻ കണ്ടിന്യൂസ് അറ്റ് f is കണ്ടിന്യൂസ് അറ്റ് 4 എന്നാണ് എടുക്കുന്നത്. 4ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് x tends to 4 മൈനസ് f of x is equal to ലിമിറ്റ് x tends to 4 പ്ലസ് f of x is equal to f of 4 എന്ന് പറയാം. ശരിയല്ലേ? ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 4 മൈനസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 4 ഫംഗ്ഷന്റെ വാല്യൂ ax plus b. അപ്പൊ ലിമിറ്റ് x tends to 4 മൈനസ് ax plus b എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 4 പ്ലസ് ഗ്രേറ്റർ ദാൻ 4 20 ആണ് വാല്യൂ, അല്ലെ? അപ്പൊ ലിമിറ്റ് x tends to 4 പ്ലസ് 20 എന്ന് വരും. ലിമിറ്റ് കൊടുത്താൽ 4a പ്ലസ് b ഈക്വൽ ടു 20യുടെ ലിമിറ്റ് 20 തന്നെയാണ്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്താൽ മതി. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ സോൾവ് ചെയ്യാം. ഇവിടെ 2ൽ എന്തുണ്ട്? 1ൽ 3a പ്ലസ് b ഈക്വൽ ടു 10 ആവുള്ളത്, അല്ലെ? ഇത് മൈനസ് ചെയ്താൽ b പോവുമല്ലോ. 4a മൈനസ് 3a a, b പോവും. പിന്നെ 20 മൈനസ് 10 എന്ന് വരും. a ഈക്വൽ ടു 10 കിട്ടും. അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 into 10 പ്ലസ് b ഈക്വൽ ടു 10 എന്ന് വരും. Therefore b is equal to 10 minus 30, അല്ലെ? That is equal to minus 20 എന്ന് കിട്ടും. അപ്പൊ എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ minus 20 ആണ്. a is 10 and b is minus 20. 3 മാർക്കിന്റെ 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെ? ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ച 2 മാർക്കിന്റെ ചോദ്യമാണിത്. ഇഫ് y equal to x raised to x, find dy by dx. x raised to x വന്നാൽ dy by dx കണ്ടുപിടിക്കാൻ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആ ചെയ്യുക, അല്ലെ? രണ്ട് സൈഡിലും ലോഗ് എടുക്കാം. ലോഗ് y ഈക്വൽ ടു ലോഗ് x റേസ് ടു x എന്ന് എഴുതാം. ഇനി ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ലോഗ് a റേസ് ടു b എന്ന് പറയുന്നത് b log a ആണ്. ശരിയല്ലേ?
ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ലോഗ് എക്സ് റേസ് ടു എക്സിനെ നമുക്ക് എന്താക്കി മാറ്റാം? ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് ആക്കി മാറ്റാം അല്ലെ. പവർ എക്സ് ആണ്, അത് നമ്മൾ ഫ്രണ്ടിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്ത് കിട്ടും? ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു വാരിയബിൾ മാറ്റമുള്ളതുകൊണ്ട് dy ബൈ ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സിനെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ലോഗ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലെ. ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് 1 പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? ഈ വൈയും കൂടെ കൂടെ ക്രോസ് ചെയ്തോളൂ. dy ബൈ ഡി എക്സ് ഈക്വൽ ടു y ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ശരിയല്ലേ? ഇനി എന്താ y? y എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ് ആണ്. എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഇത്രയും എഴുതിയാൽ ഡെറിവേറ്റീവ് ആയി, dy ബൈ ഡി എക്സ് ആയി. 2 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലെ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഇഫ് എക്സ് ഈക്വൽ ടു 80² ആൻഡ് y ഈക്വൽ ടു 280 ഫൈൻഡ് dy ബൈ ഡി എക്സ്. 2 മാർക്കിന്റെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച 2023 ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ഇത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ് അല്ലെ. എക്സും വൈയും ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. dy ബൈ ഡി എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? dy ബൈ ഡി ടി ഡിവൈഡഡ് ബൈ dx ബൈ ഡി ടി എന്ന് എഴുതിയാൽ dy ബൈ ഡി ടി കിട്ടും. ശരിയല്ലേ? dy ബൈ ഡി ടിയും dx ബൈ ഡി ടി ഒക്കെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം, നിർബന്ധമൊന്നുമില്ല, അതിൽ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ എന്താണ് dy ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടി? വൈയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? 2a കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ടിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി 1 ആണ് അല്ലെ. അപ്പൊ 2a വരും ഡിവൈഡഡ് ബൈ dx ബൈ ഡി ടിയോ a t സ്ക്വയർ ആണ് എക്സ്, a കോൺസ്റ്റന്റ് ആണ്, a ഇൻറ്റു ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി 2t. ശരിയല്ലേ? ഇതിലെ a 2a ഇവിടത്തെയും 2a കട്ട് ചെയ്ത് കളഞ്ഞാൽ 1/t എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ dy ബൈ ഡി എക്സ് എന്താണ്? 1/t ആണ്. ശ്രദ്ധിക്കണേ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ d2y ബൈ ഡി എക്സ് സ്ക്വയർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് 4ാമത്തെ ചോദ്യം നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ട് 1 മാർക്കിന്റെ ചോദ്യമാണ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ക്യൂബ്, d ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ക്യൂബ്. ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാം. ആദ്യത്തെ ഫംഗ്ഷൻ ലോഗ് ആണ്, ഡെറിവേറ്റീവ് 1/, ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ എഴുതുക, എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². അപ്പോൾ ഈ എക്സ് സ്ക്വയറും കട്ട് ചെയ്ത് പോയി ബാക്കി 3/x എന്ന് വരും. ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡും കൂടി ഉണ്ട്. ലോഗരിതം നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ലോഗ് ഓഫ് എക്സ് ക്യൂബിന് പകരം നമുക്ക് 3 log x എന്ന് എഴുതാം അല്ലെ. 3 log x എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, 3/x എന്ന് കിട്ടും. സെയിം ആണ് 2 ആൻസർ അല്ലെ. 1 മാർക്കിന്റെ ചോദ്യമാണ് ഇത് കേട്ടോ. ഓക്കെ, 4ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യത്തിലേക്ക് വരാലോ. അഗെയിൻ ഇതും ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് മറ്റൊരു ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യാം അല്ലെ. ഇവിടെ എക്സിന്റെ പവർ ആയിട്ട് സൈൻ എക്സ് വന്നിട്ടുണ്ട്. അവിടെ 2 സൈഡിലും ലോഗ് എടുക്കുക. ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ്. നേരത്തെ നമ്മൾ പഠിച്ച ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് കിട്ടുള്ളൂ. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy ബൈ ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x എന്ന് വരും, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഇസ് ഈ വൈനെയും കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്താൽ dy ബൈ ഡി എക്സ് ആയി. y ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ശരിയല്ലേ? y എന്ന് പറഞ്ഞാൽ മാറ്റി എഴുതുക, എക്സ് റേസ് ടു സൈൻ എക്സ് ആയിരുന്നു y അല്ലെ. മാറ്റി എഴുതി അങ്ങനെ കിട്ടും. സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് വേണമെങ്കിൽ ആ കോസ് എക്സിനെ ഞാൻ ഫ്രണ്ടിൽ എഴുതാം, കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത്രയാണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് വീണ്ടും നമ്മൾ ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ. 6ാമത്തെ ചോദ്യം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യുക, അതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ എഴുതാം. ശ്രദ്ധിക്കേണ്ടത് ഏത് പോയിന്റിലാണ് സ്പ്ലിറ്റ് വരുന്നതെന്ന് മാത്രം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. 3 എന്ന് പറഞ്ഞ പോയിന്റിലാണ് സ്പ്ലിറ്റ് വരുന്നത് അല്ലെ. ലെസ് ദാൻ 3 ഫംഗ്ഷൻ വേറെയാണ്, ഗ്രേറ്റർ ദാൻ 3 ഫംഗ്ഷൻ വേറെയാണ്. അപ്പൊ നിങ്ങൾ ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ആണ് എങ്കിൽ ചെയ്യേണ്ടത് ഇത്രയാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇഫ് x is less than 3 equal to 3 എടുക്കരുത്. x is less than 3, what is f of x? f of x is 3x plus 1. It's a polynomial function. പോളിനോമിയൽ ആണ്, അതെന്താണ്? കണ്ടിന്യൂസ് ആണ്.
പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്താ എഫ് ഓഫ് എക്സ് നോക്കൂ. എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 അഗെയിൻ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, therefore it is continuous. ഓക്കെ, ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 3 ഫംഗ്ഷൻ സ്പ്ലിറ്റ് വരുന്നതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 എന്തായിരുന്നു ഫംഗ്ഷൻ, 3x പ്ലസ് 1 ആയിരുന്നു ഫംഗ്ഷൻ അല്ലേ. അത് എഴുതാം 3x പ്ലസ് 1 ഓക്കെ അല്ലേ. 3x പ്ലസ് 1 എഴുതാം. ഫംഗ്ഷൻ 3x പ്ലസ് 1 എന്ന് എഴുതാം. ലിമിറ്റ് 3 കൊടുക്കുക എക്സിന് പകരം. 3 into 3 plus 1 എന്ന് പറഞ്ഞാൽ 10 എന്ന് വരും. ഓക്കെ അല്ലെ, ലെഫ്റ്റ് ലിമിറ്റ് 10 കിട്ടി. ഇനി ഇതുപോലെ റൈറ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എടുക്കാം. എഫ് ഓഫ് എക്സ് 3 പ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 3 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് അല്ലെ. 3 പ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 3 ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ഇവിടെയും 3 കൊടുക്കുക എക്സിന് പകരം. 3 സ്ക്വയർ പ്ലസ് 1 is 9 plus 1 again 10 ആണ്. ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകളും ഈക്വൽ ആണ്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് നോക്കണം, എഫ് ഓഫ് 3 കൂടെ നോക്കണം. എഫ് ഓഫ് 3 ഈക്വൽ ടു വരുന്ന കേസ് ഏതാ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അവിടെ 3 into 3 plus 1 എന്ത് വരും, 10 എന്ന് വരും. അപ്പൊ എന്ത് പറയാൻ പറ്റും നമുക്ക്, therefore limit x tends to 3 minus f of x equal to limit x tends to 3 plus f of x equal to f of 3. ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് കണ്ടിന്യൂസ് അറ്റ് x equal to 3. അപ്പോൾ ലെസ് ദാൻ 3 ഗ്രേറ്റർ ദാൻ 3 ഈക്വൽ ടു 3 കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore f of x is a continuous function. f of x is a continuous function. ഇത്രയാണ് നമുക്ക് എഴുതാനായിട്ട് പറ്റുക. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ചോദിക്കുമ്പോൾ 2 മാർക്കിന്റെ ചോദ്യമാണ് ഇത് കേട്ടോ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. 7ാമത്തെ ചോദ്യം പറയുന്നതിന് മുമ്പ് നമ്മൾ കീം 2024 മാത്തമാറ്റിക്സിന്റെ എൻട്രൻസ് ക്രാഷ് ഏപ്രിൽ 1 മുതൽ നമ്മുടെ ആപ്പിൽ മാത്വി ലേണിംഗ് ആപ്പിൽ ആരംഭിക്കുന്നു. 199 രൂപയാണ് ഈ ഒരു കോഴ്സിന്റെ ഫീസ്. കംപ്ലീറ്റ് സിലബസ് വൈസ് ക്ലാസ്, ടോപ്പിക് വൈസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകും. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും, നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്തും. BYQ ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ടോപ്പിക്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പോവാം. വെറും 199 രൂപയാണ് ഈ ഒരു കോഴ്സിന്റെ ഫീസ്. ഇന്ന് തന്നെ എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. 8943921124 എന്ന് പറഞ്ഞ നമ്പറിൽ. ഓക്കെ, അടുത്തത് 7ാമത്തെ ചോദ്യം നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫൈൻഡ് dy by dx if x square plus xy plus y square equal to 100. 2 മാർക്കിന്റെ ചോദ്യമാണ്. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കൂ. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഡയറക്റ്റ് ആയിട്ട് അല്ലെ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, 2x വരും. പ്ലസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യുക. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y dy by dx എന്ന് എഴുതാം. പ്ലസ് y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 എന്ന് എഴുതാം. പ്ലസ് y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു dy by dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ശരിയല്ലേ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് dy by dx മാത്രം ഒരു സൈഡിൽ നിർത്താം. അപ്പോൾ എക്സ് പ്ലസ് 2y ഇതിന്റെ കൂടെ dy by dx ഉള്ളത് അല്ലെ. dy by dx അവിടെ നിർത്താം. ഈക്വൽ ടു 0 അല്ല, ഈക്വൽ ടു 100 അല്ലാട്ടോ, ഈക്വൽ ടു 0 ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 എന്നാണ് വരിക അല്ലെ. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 അല്ലേ. ഇനി ബാലൻസ് ഉള്ള ടേമുകൾ നോക്കിയേ. 2x പ്ലസ് y അത് അവിടെ ഉണ്ടാവും അല്ലെ. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുവരിക. എക്സ് പ്ലസ് 2y ഇൻറ്റു dy by dx ഈക്വൽ ടു മൈനസ് 2x പ്ലസ് y എന്ന് കിട്ടും. ഈ dy by dx മാത്രമായിട്ട് നിർത്തുക ഇവിടെ. അതാണ് നമ്മുടെ ആൻസർ. dy by dx is minus 2x plus y divided by x plus 2y. ഓക്കെ, ഇതാണ് നമ്മുടെ 2 മാർക്കിന്റെ ചോദ്യം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഫൈൻഡ് dy by dx if y equal to sin inverse 2x by 1 plus x square. ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. സൈൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് ഫോർമുല നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇത് കുറച്ചും കൂടെ ഈസിയാണ്. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ കൊടുത്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതെന്താണ്, ദിസ് ഇസ് സൈൻ 2 തീറ്റ.
ശരിയല്ലേ? 2 tan theta by 1 plus tan square theta ആണ് sin 2 theta എന്ന് പറയുന്നത്. Sin of sin 2 theta എന്താ വരിക? 2 theta വരിക അല്ലെ? സൈനും സൈൻ ഇൻവേഴ്സും കട്ട് ചെയ്ത് പോയിട്ട് ഇനി ഫ്രം ദിസ് വാട്ട് ഇസ് തീറ്റ? തീറ്റ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് എക്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2 into tan ഇൻവേഴ്സ് എക്സ്. ഇതാണ് നമ്മുടെ y. ഇനി ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. dy by dx എന്ന് പറഞ്ഞാൽ എന്ത് വരും നോക്കിയോ? 2 into tan ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. ദാറ്റ് ഇസ് ആൻസർ വരിക 2 by 1 plus x square മാത്രമാണ് കേട്ടോ. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 നേരത്തെ നമ്മൾ ചെയ്ത പാരാമെട്രിക് ഡിഫറൻസിയേഷൻ പോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. dy by dx ആ കണ്ടുപിടിക്കേണ്ടത്. എക്സും വൈയും ടിയിലാണ് തന്നിട്ടുള്ളത്. dy by dx എങ്ങനെയാണ് നമ്മൾ എഴുതുക? dy by dt divided by dx by dt. ശരിയല്ലേ? That is equal to with respect to t ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. a കോൺസ്റ്റന്റ് ആണ് 4t ക്യൂബ് അല്ലെ? 4t ക്യൂബ് എന്ന് വരും ഡിവൈഡഡ് ബൈ 2at സ്ക്വയർ ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2a കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു 2t എന്ന് വരും അല്ലെ? ദാറ്റ് ഇസ് ഈക്വൽ ടു 2 2 4 കട്ട് ചെയ്ത് കളയാം. a കട്ട് ചെയ്ത് പോവും. ഒരു ടിയും ഇവിടുന്ന് കട്ട് ചെയ്ത് പോവും. ബാക്കിയുള്ള ടി സ്ക്വയർ കാണും. ആൻസർ വരുന്നത് ടി സ്ക്വയർ എന്ന് മാത്രം. dy by dx is t സ്ക്വയർ. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. 2 മാർക്കിന്റെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം നോക്കൂ. ഐഡന്റിഫൈ ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഏതാണ് ഈ ഫംഗ്ഷൻ? ഈ ഫംഗ്ഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 0 to pi by 2, pi by 2 to pi ഇങ്ങനെ വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് താഴോട്ട് പോവാതെ മുകളിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അല്ലെ? ഇവിടെയും താഴോട്ട് പോവാതെ മുകളിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇതൊരു മോഡുലസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത് ഏതിന്റെ ഗ്രാഫാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ എക്സിന്റെ ഗ്രാഫാണ്. ഇത് ഇങ്ങനെ വരയ്ക്കുക നമ്മൾ. ഇതിനെയും കൂടെ മുകളിലോട്ട് ഫിറ്റ് ചെയ്താൽ ആ ഫംഗ്ഷൻ ആണ് എന്ത്? മോഡ് സൈൻ എക്സ്. 1 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് ചോദ്യം. ഡിഫറൻഷ്യബിൾ അല്ല. ഈ പോയിന്റുകളിലൊന്നും ഇത് ഡിഫറൻഷ്യബിൾ അല്ല. ഷാർപ്പ് എഡ്ജ് വരുന്ന പോയിന്റുകളിലൊന്നും ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. The function is not differentiable at the sharp edge points pi, 0, minus pi, etc. കാരണം അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകുമ്പോൾ വാല്യൂസിന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് അത് ഡിഫൈൻഡ് അല്ല എന്ന് പറയുന്നത്, നോട്ട് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. 10ാമത്തെ ചോദ്യം. അടുത്തത് 11ാമത്തെ ചോദ്യം നോക്കൂ. Find the derivative of y equal to root of tan x. വെറുതെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. dy by dx equal to ചെയിൻ റൂൾ ഉപയോഗിക്കുക. ആദ്യം റൂട്ട് ആണ് 1/2 റൂട്ട് അതിന്റെ അകത്തുള്ളത് എന്താണോ അങ്ങനെ എഴുതാം. tan x ഇൻറ്റു tan x ന്റെ ഡെറിവേറ്റീവ് sec square x. ശരിയല്ലേ? ആൻസർ എന്ത് വരും? sec square x ഡിവൈഡഡ് ബൈ 2 tan x. 2 ഇൻറ്റു റൂട്ട് ഓഫ് tan x എന്ന് വരും. ഇത്ര എഴുതിയാൽ മതി. സിമ്പിൾ ആണ് അല്ലെ? വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 12ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 12. Find dy by dx if y equal to x raised to x plus x raised to sin x. ഇത് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് y equal to u plus v എന്ന 2 സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് എഴുതുക. വേർ u എന്ന് പറഞ്ഞാൽ അത് x raised to x ആണെന്നും v എന്ന് പറയുന്നത് x raised to sin x ആണെന്നും എഴുതാം. ഇനി ഇത് രണ്ടും ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്നാലും log u എടുക്കുക. 2 സൈഡിലും log എടുത്തു കഴിഞ്ഞാൽ x log x എന്ന് വരും. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/u du by dx equal to x into 1 by x plus log x into x ന്റെ ഡെറിവേറ്റീവ് 1 വരും അല്ലെ? ഇത് കട്ട് ചെയ്ത് കളയാം. du by dx എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? u എന്ന് പറഞ്ഞാൽ x raised to x into 1 plus log x എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ 1 ആയി. അത് അവിടെ ഇരിക്കട്ടെ. അടുത്തത് നോക്കുക. v ആണ്. 2 സൈഡിലും log എടുത്താൽ log v is equal to sin x into log x എന്ന് കിട്ടും. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1/v dv by dx equal to പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചാൽ sin x into 1 by x plus log x into cos x ഇങ്ങനെ കിട്ടും. ദാറ്റ് ഇസ് നമുക്ക് dv by dx എന്താണെന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു v. ഇവിടെ വരുമ്പോൾ x raised to sin x ആവും അല്ലേ? v എന്ന് പറയുന്നത് v is v എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? v എന്ന് പറഞ്ഞാൽ x raised to sin x. x raised to sin x into sin x by x plus cos x log x എന്ന് എഴുതാം അല്ലെ? cos x log x. ഓക്കെ, അപ്പോൾ dv by dx ഉം du by dx ഉം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടാൻ നോക്കിക്കൂ. ഈ ഒരു എക്സ്പ്രഷനെ
വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് എന്നല്ലേ വരാം. അപ്പൊ നമ്മൾ ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ലോഗ് എക്സ്. ഇങ്ങനെ എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ? കുഴപ്പങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. 12ാമത്തെ ചോദ്യമാണ്. If y equal to x cos x, find d square y by dx square. ആദ്യം dy by dx കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. x into cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x പ്ലസ് cos x into x ന്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരും അല്ലെ? അപ്പൊ ദിസ് ഇസ് മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ശരിയല്ലേ? ഇതിനൊരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുക. മൈനസ് പുറത്തെടുക്കുക. എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരും പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ്. എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് 2 സൈൻ എക്സ് എന്ന് വരും അല്ലെ? ഒരു മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതുകൊണ്ടാണ് ഒരു മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈസി അല്ലേ? അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 12 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കാം, നന്നായിട്ട് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.